ഹലോ ഗൈസ്, നമ്മുടെ ഫോളോവേഴ്സിന് മണിയാണ്ട് മാത്രമല്ല ചെറിയൊരു ചലഞ്ചുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ കൊടുക്കുന്ന ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരെ നമുക്കൊന്ന് തപ്പി നോക്കിയാലോ? ചലഞ്ച് മറ്റൊന്നുമല്ല, എന്റെ കയ്യിൽ ഒരു ബിരിയാണി പൊതിയുണ്ട്. ആ ബിരിയാണി പൊതി ഞാൻ ഒരു 20 സെക്കൻഡ് ടൈം തരും. ആ 20 സെക്കൻഡിനുള്ളിൽ അർഹതപ്പെട്ട ഒരാൾക്ക് കൊണ്ടു കൊടുക്കുക. ഇനി കുറച്ച് കൂട്ടുകാരെ കിട്ടും. അവര് ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയാണ്, പക്ഷേ അവര് ഫോളോ ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെ ഞാൻ വിടുവോ? ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയായവരെ ഞാൻ അങ്ങനെ വിടുന്ന ചരിത്രം ഇല്ലല്ലോ. അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കുവാണെങ്കിൽ 200 rupees ഫോളോ ചെയ്യണം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. അവന് ഫുഡ് തരാൻ വേണ്ടിയുണ്ട്. സെക്കൻഡ് പൊക്ക ഓടിക്കോ, കുഴപ്പമില്ല. ഇവിടെ ടൈമിങ് ഒക്കെ ആര് നോക്കുന്നു? ടൈമർ ഓടിക്കൊണ്ടേയിരിക്കുന്നു, അവരും ഓടിക്കൊണ്ടേയിരിക്കുന്നു. അർഹതപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കാന്ന ലക്ഷ്യത്തോടെ ഫൈനലി they did it. ഈ ഒരു ചെറിയ ടാസ്കിനെ ഇത്ര ആത്മാർത്ഥമായിട്ട് നിന്നാൽ ഇവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. പിള്ളേരെ, നിങ്ങൾ പൊളിയാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. ജിപേ നമ്പർ ആണെങ്കിൽ ഞാൻ ഇപ്പൊ പൈസ ഇട്ടുതരാം. ഓക്കെ, നിങ്ങക്ക് അർഹതപ്പെട്ടവർക്ക് ഫുഡ് കൊടുത്തപ്പോ നിങ്ങക്ക് എങ്ങനെയുണ്ട്? എല്ലാ ബുധനാഴ്ച ഇവിടെ ഫുഡ് കൊടുക്കാറുണ്ട്. എന്റെ പേര് ശ്രീ അഫ്സൽ. ഓക്കെ, സൂപ്പർ. നിങ്ങൾ ഭയങ്കര പവറാണ്. അതെ, ഞങ്ങൾ രണ്ടാം തിരിച്ചു വന്നു. ഞങ്ങൾ ഇനിയും വരും. നിങ്ങളെ ഇനിയും കാണട്ടെ. ഇനി കാണുമ്പോൾ ഇതിനെയും കാട്ടി കൂടുതൽ ഒരു സർപ്രൈസ് ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പം എല്ലാവരും ഫോളോ ചെയ്യുക. താങ്ക് യു. അപ്പൊ ഈ ഫോളോ ചെയ്യാത്തവരുടെ എന്താ പറയണത്? ഓക്കെ, താങ്ക് യു. ഫോളോ ചെയ്തിട്ടുണ്ട്. നൈസ്. ബൈ. മൈക്ക് ആ, മൈക്ക്.